4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെട്ടിനാട് സ്റ്റൈലിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാ. ഇറച്ചി മാത്രം 4 കിലോയാണ്. ഒരു 3-4 വെള്ളത്തിൽ ഇത് ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവാ. ലാസ്റ്റ് വെള്ളമാണ്. ലാസ്റ്റ് കഴുകി വെക്കുക. നല്ലപോലെ വെളുക്കണം. തീ ഒന്ന് കത്തിക്കാൻ പോവാണ്. ഉരുളി അടപ്പ വെക്കുവാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് മസാല ഐറ്റം ഇടാൻ പോവുക. ഒരു 1.5 സ്പൂണ് പെരിഞ്ജീരകം ഒന്ന് ഇളക്കി കൊടുക്കണം. സാദാ ജീരകം ഒരു 1.5 സ്പൂണ്. രണ്ട് വയനയില, ശകലം ചുരുളമ്പട്ടയാണ്. തക്കോലം, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. മല്ലി 2.5 സ്പൂണ്. കുറച്ച് ഉണക്കമുളക്, കുറച്ച് കുരുമുളക്, ഒരു 2.5 സ്പൂണ് കുരുമുളക്. ഇതിനകത്ത് ചേർക്കാൻ ഒരു തേങ്ങ ഒന്ന് തിരിഞ്ഞെടുത്തിട്ടുണ്ട് വറുത്തെടുക്കാൻ. 4 കിലോ ചിക്കനാണ്. ഒരു തേങ്ങയാണ് എടുത്തേക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കണം നന്നായിട്ട്. ചുമപ്പ് കളറ് കറുത്ത് പോകരുത്. ഇത് വെള്ളം ഒഴിച്ചാണ് അരയ്ക്കേണ്ടത് നന്നായിട്ട്. നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. നല്ല കളറായിട്ടുണ്ട്. ഇതൊരു പാത്രത്തിനകത്തോട്ട് കോരി ഇടുക. വറുത്തെടുത്ത മസാലയും തേങ്ങ എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. ഉള്ളി ഒന്ന് വാട്ടാൻ ഉരുളി അടപ്പ വെക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 1 സ്പൂണ് പെരിഞ്ജീരകം ഇതിനകത്ത് ഇട്ടിടുക. മസാല എല്ലാം കൂടെ തക്കോലം, ചുരുളമ്പട്ടയും, ഏലക്ക, ജാതിപത്രി, വയണയില ഇത് ഇത്രയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയിടും. 1 കിലോ കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വാടണം. കൊച്ചുള്ളിക്കകത്ത് ചെയ്യുന്ന ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ്. കുറച്ച് കറിവേപ്പില ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ ഒരു ചുവപ്പ് കളറായിട്ടുണ്ട്. വെളുത്തുള്ളിയാണ്. ഒരു 1.5 സ്പൂണ് വെളുത്തുള്ളി ടേസ്റ്റാണ്. ഇഞ്ചി അതുപോലെ 1.5 സ്പൂണ് ഇടാം. ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ചേർക്കും. തക്കാളി നന്നായിട്ട് വാടണം. 1 സ്പൂൺ ഉപ്പ് ഇടുകയാണ്. പിന്നെ പാകത്തിന് നോക്കിയിടാം. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂണ് മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 2 സ്പൂണ്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ശകലം ഉപ്പും കൂടി ഇടണം. ശകലം വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഗ്രേവി ഒന്ന് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഗ്രേവിക്കകത്തോട്ടാണ് ചിക്കൻ ഇടുക. ഗ്രേവി സെറ്റായിട്ടുണ്ട്. ചിക്കൻ ഇതിനകത്തോട്ട് ഇടുക. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. നന്നായിട്ട് മസാലയൊക്കെ പിടിക്കണം. ശകലം മല്ലിയില ഇതിൻ്റെ മേളിൽ ചേറി കൊടുക്കണം.
മല്ലിയില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പാണ് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവുക. മസാലയും തേങ്ങയും എല്ലാം കൂടെ അരച്ചതാണ്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് അടച്ചു വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. കുറച്ച് സമയമായിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല അടിപൊളി മണമൊക്കെയാണ്. നന്നായിട്ട് കുറുകി വരണം. ഇത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇടണം. കറിവേപ്പില, കുറച്ച് മല്ലിയില, കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് പിടിക്കണം നന്നായിട്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ചെട്ടിനാട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതാണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ലപോലെ പറ്റി നല്ല കുഴമ്പ് പരുവത്തിനായിട്ടുണ്ട്. ഇതാ ടേസ്റ്ററൊക്കെ കൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവാ. വേണ്ടേ? ആ, അടിപൊളിയാണോ? എന്തോ കറി എന്തുവാ? ചെട്ടിനാട് ചിക്കൻ കറി. ആ, അടിപൊളിയാണോ? ആ, ചെട്ടിനാട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോവാ. ആ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എടുക്കുവാന് നല്ല ചൂടാണ്. എങ്ങനെയുണ്ട് ടാഷേ? കൊള്ളാം. ചെട്ടിനാട് ചിക്കൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് വിധവന്? നല്ല സാധനം. ഞാൻ ആദ്യമായിട്ട് കഴിക്കുക. അടിപൊളി സാധനം. കുട്ടുവേ, ചെട്ടിനാട് ചിക്കൻ കറി എങ്ങനെയുണ്ട്? ഈ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. സൂപ്പർ.